അടുത്തത് ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കെട്ടിത്തൂങ്ങാൻ നോക്കുക, ആളിയാകുകയില്ല. ട്രെയിനുണ്ട്, കുറുകെ കയറി കിടക്കും, 2 കഷ്ണമായാലും ചാകുകയില്ല. വിഷം കുടിച്ചാലും വയറിളകുന്നില്ല, ആളി ചാകത്തില്ല. സയൻസ് തെളിയിച്ചു. ആത്മഹത്യ 5 മാസം നടക്കത്തില്ല, ഒറ്റ ശവപ്പെട്ടി വിൽക്കത്തില്ല, മരണമില്ല. തമ്പുരാൻ 5 മാസത്തേക്ക് മരണം മാറ്റും. ഇവരൊക്കെ ചാകാൻ കുതിക്കും. പുറകെ പറയാൻ കാര്യമില്ല. കെട്ടിത്തൂങ്ങാൻ നോക്കും, കിണറ്റിച്ചാടി വെള്ളം കുടിച്ച് വയറ് തുറക്കുന്നല്ല, അതിന് ചാകത്തില്ല. കയറ്റിച്ചാടി വയറ് വീർക്കുന്നില്ല, അവൻ പൊങ്ങിക്കിടക്കും, ചാകത്തില്ല. തെളിയിച്ചു സയൻസ്. അടുത്ത വാക്കിന് വായിച്ച് എങ്ങനെ തുടങ്ങി പറയാം. വെട്ടുക്കിളി, ആദ്യം വെട്ടുക്കിളി. ഈ സാത്താൻ ഗോഷ്ട് പറയുന്നവനും എന്റെ അപ്പനുമാണല്ലോ. അങ്ങോട്ട് വരിക. അടുത്തത് യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. മിറ്റത്തോട്ട് വന്നപ്പോ ഷേപ്പ് മാറി കുതിര. അടുത്തതോ തലയിൽ പൊൻകിരീടമുള്ളതുപോലെ. അപ്പോഴും അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം, സംഗതി വരാൻ നല്ലത് വരുന്നുണ്ട്. അടുത്തതോ മുഖം മാനുഷിക മുഖം പോലെ. മൂന്നാമത്തെ കളർ മാറുക, വരുമ്പം ചെറുത്തൻ. അടുത്തത് സ്ത്രീകളുടെ മുടി പോലെ. അടുത്തു വന്നപ്പോ ഒരു സ്ത്രീ വാതുക്കെ പച്ചവെട്ടില്, പിന്നെ കുതിര, പിന്നെ പുരുഷൻ, പിന്നെ സ്ത്രീ. അടുത്തതോ പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ. വീട്ടിലോട്ട് കയറുന്നത് സിംഹം ചീറ്റുന്നത് പോലെ. വീട്ടിൽ വളർത്തുന്ന പൂച്ച ചീറ്റിയാ പേടിയാ, അപ്പൊ സിംഹം ചീറ്റിയാലോ. അടുത്തതൊന്ന് വായിച്ചു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. തൊട്ടാ തൊടുന്നവന്റെ കൈയൊടിയും. സാധനം ഇരുമ്പ് പോലൊരു സാധനങ്ങളുടെ കവറിങ്. ഇത് എവിടുന്ന മുടി പറയാം. അടുത്ത വാക്യം. ചിറകിന്റെ ഒച്ച പടക്കോടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെ. അതോടെ ഒത്തിരി എണ്ണത്തിന് ഹാർട്ട് അറ്റാക്ക് വരും. കാരണം പടപട പടപട കുതിര പോയിരുന്നവരാ മുറിയിലോട്ട് കയറുന്നു. അടുത്ത വാക്യം. തേടിനുള്ളത് പോലെ വാലും വിഷമുള്ളമുണ്ട്. അടുത്തത് മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിനാൽ. നേരെ വന്ന ബെഡ്റൂമിലോട്ട് കയറിയ കൂടെ കയറി കിടക്കുന്ന അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും ഈ പുള്ളി കിടന്ന് കുത്ത്. ബാത്റൂമിൽ പോയിരിക്കും, ഇവനും കൂടെ വന്ന് കുത്ത്. വല്ല നടക്കൂ. അടുക്കള കാപ്പിയിടാൻ കയറും, അവിടെ കുത്ത്. ഡ്രസ് വാങ്ങാൻ കയറും, കുത്ത്. കുടിക്കുന്നത് ചോര, മുഖം കഴുകുന്നത് ചോര, അപ്പോൾ കൈ കഴുകുന്നത് ചോര. അതിനോട് ഈ സാധനത്തിന്റെ കുത്ത് സഹിക്കുമോ? എന്നാ മുടിയാൻ ചത്തേക്കാം. നടക്കത്തില്ല. സയൻസ് കണ്ടുപിടിച്ചു. ഹൈഡ്രോ കാർബൺ എന്നൊരു രാസവസ്തു ഉണ്ട്, അതിന്റെ ജീൻ. ആ വസ്തുവല്ല, അതിന്റെ ജീൻ. മനുഷ്യന്റെ ജീനിൽ കയറിയാൽ അവൻ 5 മാസം ജീവിച്ചിരിക്കും. മനുഷ്യനിലല്ല, എന്റെ ജീനിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് കയറും. എങ്ങനെ കയറും? വെളിപ്പാട് 8:7 വായിച്ച്. തമ്പുരാൻ ഒരു സ്പ്രേ നടത്തും, അതോടെ നമുക്ക് ജീവിക്കുന്ന എല്ലാത്തിന്റെ ദേഹത്ത് കയറും. വായിച്ച്. ഒന്നാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. അടുത്ത വാക്യം. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. അടുത്ത വാക്യം. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ലോകത്തിലെ പച്ചപ്പുല്ല് മുഴുവൻ വെന്തുപോകുന്ന ഒരു കെമിക്കൽ ആക്ഷൻ നടത്തുമ്പോൾ സ്വർഗം ഈ ജീവൻ ജീവിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലെ ചില സയൻസ് തെളിയിച്ചു. ഏത് കട്ടി ജാക്കറ്റ് ഇട്ടാലും അതവന്റെ തുളച്ചവന്റെ ജീനിൽ കയറും. അന്നവൻ മരിക്കാൻ ആഗ്രഹിക്കും, നടക്കത്തില്ല. ദൈവത്തിന്റെ കോപം. ഇത് എവിടുന്ന് വന്ന സാധനമാണെന്ന് കേട്ടോണം. വായിക്കാം. വെളിപ്പാട് 5:9 ബാക്കി വായിക്കാം. ആരായി സൂത്രം? അമ്മച്ചിയെ ചതിച്ചതാ, പച്ചവെട്ടിലാന്ന് പറഞ്ഞു. വായിച്ചാട്ടെ. 5 പുസ്തകം വാങ്ങുവാനല്ല. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. 9:7 മുതൽ അടുത്തത് അഗാധദൂതൻ. അവന്റെ രാജാവ് അഗാധദൂതൻ. ആരെന്ന് പറയാം. അടുത്ത വാക്യം. അപ്പല്ലുവൻ. ആരാന്നറിയാം ഈ സാധനം? അഗാധദൂതൻ, അതിന്റെ രാജാവ്. 2 പത്രോസ് 2 വായിച്ച് 14 വായിച്ചാൽ കാണാം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ക്യാപ്റ്റന്റെ പേരാണ് അപ്പല്ലോൻ, അഗാധദൂതൻ. ദൂതന്മാരെ ദണ്ഡിപ്പിക്കുന്ന ദൂതനെ ഇങ്ങോട്ട് തമ്പുരാന്റെ കോപത്താൽ അയച്ചപ്പോൾ അന്ന് ജീവിക്കുന്ന ആളുകൾ മരിക്കാൻ പോലും കൊതിക്കും, നടക്കത്തില്ല. എന്നാൽ ദൈവമക്കളെ, ഇന്ന് രാത്രി ക്രിസ്തുവേശുള്ള ഒരു സർക്കും ശിക്ഷാവിധിയില്ല. സന്തോഷമില്ലാത്തവരെല്ലാം ദൈവത്തെ സ്തുതിച്ച്, സന്തോഷമുള്ളവരൊന്ന് സ്തുതിച്ച്. നമ്മൾ ഒഴിഞ്ഞു മാറിയത് എവിടുന്നാന്നാ? അടുത്ത് ഇന്ന് രാത്രി പോയി 1000 സ്വപ്നമൊന്നും കാണരുത്. സ്വോത്രം പറഞ്ഞ വീട്ടിലോട്ട് കയറാവുള്ളൂ. എടുത്തു വെച്ചേനെ. 2014 ഏപ്രിൽ 3 കൊടും ചൂട്. കണ്ണൂരിൽ നിങ്ങളുടെ അടുത്താ, ഞങ്ങളെക്കാൾ
അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷനെ വിളിച്ചു. ഞാനവിടെ പോയി കൺവെൻഷൻ പ്രസംഗിച്ചു. ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് പോകാൻ ഇതുപോലെ ഇവിടെ അറേഞ്ച് ചെയ്തൊരു വണ്ടി എന്നെ കൊണ്ടുപോകാൻ വരും. ഞാൻ ഡ്രസ് ചെയ്താ വീട്ടിൽ നിൽക്കുക. പതിവില്ലാത്ത റോഡിലും ഒരു അനക്കവും ഇല്ല, സൈക്കിള് പോലും ഇല്ല, കുട്ടികൾ പോകുന്നില്ല, ഓട്ടോ ഇല്ല, നിശ്ചലം റോഡ്. ഞായറാഴ്ച രാവിലെ കണ്ണൂർ വിപ്ലവങ്ങളുടെ നാടാ. ഞാൻ ചിന്തിച്ചു, വല്ല കൊലപാതകമല്ല നടന്നിട്ടുണ്ടോ, എന്താണോ, എങ്ങനെ വീട്ടിൽ പോകും? അന്നേരമാണ് മലയാള മനോരമ പത്രം വന്നു. ഞാൻ എടുത്തപ്പോൾ ഫ്രണ്ട് പേജിൽ പടം സഹിതം ഒരു വാർത്ത. ഞാൻ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ അഞ്ചരക്കണ്ടി എന്നതിന്റെ പേര്. അവിടെ 30 പാമ്പ് 40 മീറ്റർ പറന്നു. കാക്ക പറക്കുന്നത് പോലെ പാമ്പ് പറക്കുക. ജനം ഭയവിഹാരരായി മുറിക്കകത്ത്. ഒരു ജനത്തിന് അവർ വന്നില്ല. അവരെങ്ങനെ വരുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരെ അറിയിച്ചു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് നിർദ്ദേശം കൊടുത്ത് നിങ്ങൾ പോയേ തീരൂ. അങ്ങനെ 2 ശാസ്ത്രജ്ഞന്മാർ അവർ രക്ഷാകവചമൊക്കെ ഇട്ട് വന്നു. അതിലൊരു ശാസ്ത്രത്തിന്റെ പേര് വരെ എഴുതിയിട്ടുണ്ട്, സുഗണൻ. ഈ ഒരു പാമ്പിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് മനോരമ ഇട്ടത്. അദ്ദേഹം പറഞ്ഞത്, കാലാവസ്ഥയിൽ കാതലായ മാറ്റം വന്നാൽ പാമ്പുകൾക്ക് ജനികതാ മാറ്റം വരും, പാമ്പുകളുടെ ജനിതക മാറ്റം വരും, അത് ജനറ്റിക്കൽ ചേഞ്ച്. അങ്ങനെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പാമ്പ് ഒരേ പറമ്പിൽ ഒരേ സീസണിൽ ഒന്നിൽ കൂടുതൽ ചട്ട കടത്തിയാൽ ജനിതക മാറ്റത്തിന്റെ ആരംഭമാ. അങ്ങനെയാണെങ്കിൽ പാമ്പുകൾ പറക്കും. അന്ന് രാത്രി ഞാൻ ഭയങ്കര ചൂടായിട്ട് ജനലടച്ചു. ഉപദേശിയാന്ന് പറഞ്ഞാൽ പല പണിയും നടക്കും, ഇത് പറന്ന് കയറുന്നു. അതേ വർഷം മെയ്യിൽ ഞാൻ അമേരിക്ക ചെന്നു. അന്ത്യകാല സംഭവങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നോക്കിക്കും. അപ്പൊ എന്റെ മനസ്സിലൊരു ആശയം വന്നു, ഈ പാമ്പ് പറക്കുമ്പോൾ ബൈബിൾ നോക്കണം. ഏത് കാര്യത്തിനും ബൈബിളിലുണ്ടായിരുന്ന ഈ സാധനം പണ്ട് പറക്കുമായിരുന്നു. അമ്മച്ചിയെ ചതിച്ചപ്പോ തമ്പുരാമ എന്ത് നീ പറക്കണ്ട, ഉരസ് കൊണ്ട് കഴിക്കാൻ. അപ്പൊ പറക്കുമായിരുന്നു എന്റെ മനസ്സിൽ വന്നു. ആ വർഷം അമേരിക്ക ഡാളസ് ഞാൻ ചെന്നു. അവിടെ ഒരു കോൺഫറൻസിൽ ഒരു മീറ്റിംഗ്, അന്ത്യകാല സംഭവം. അമേരിക്കക്കാർ 2 ശാസ്ത്രജ്ഞന്മാരെ പ്രഭാഷണം കേൾക്കാൻ വന്നു. അവർ ബൈബിളിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അപ്പൊ എന്നെ മീറ്റിംഗ് എനിക്ക് അവരെ എൻ്റെ കൈ കിട്ടി. ഞാൻ അവരോട് ഓരോ കാര്യം പറഞ്ഞു. സർ, ഞങ്ങളുടെ നാട്ടിൽ പാമ്പ് പറന്നു, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഞാൻ പേപ്പറിൽ പടം കണ്ടതാ, ആ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. അവർ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഇത് കഴിഞ്ഞ വർഷം മുതൽ ലോകത്തിൽ എല്ലായിടത്തും പറക്കുന്നുണ്ട്. ജനിതക മാറ്റം വന്നതാ. കാരണം എന്താ ഞങ്ങൾക്കറിയാൻ മേല. ഞങ്ങളത് പബ്ലിക്കിനെ അറിയിക്കാൻ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ട്, അടിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സൂത്രം ഉപയോഗിക്കാൻ അറിയാൻ മേല. തമ്പുരാനോട് കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത് വേറൊരു കാരണം എന്താ. അതുകൊണ്ട് ഞാൻ വന്ന് എൻ്റെ മകനോട് പോയി അടിച്ചു കാണിക്കാൻ വരുമോ, പാമ്പ് പറക്കുന്നു. വായിച്ചെടുത്തോ, കമ്പ്യൂട്ടറുണ്ടെങ്കിൽ എല്ലാവരും കാണിച്ച് നിങ്ങൾ അത് കാണിച്ചു കൊടുക്കണം എന്നാണ്. ഈ പറക്കുന്ന പാമ്പിനെ എല്ലാവരും കണ്ട കളറൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ. ആരും പേടിക്കരുത്, സ്വത്രം പറഞ്ഞേ കാണാവുള്ളൂ. അങ്ങേയറ്റം വരെ കൊണ്ടുപോകണം. സഹോദരന്മാരെ ഒന്ന് കാണിച്ച്, എല്ലാവരും ഒന്ന് കാണിച്ച്. ഇത് തോമസ് മാമ വല്ലതും പറഞ്ഞു പോകത്തില്ല, സയന്റിഫിക്കൽ തെളിവാ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ, മൊബൈൽ ഉണ്ടെങ്കിൽ പോയി അത് ഗൂഗിളിൽ അടിച്ചാൽ മതി, ഫ്ലൈയിങ് സ്നേക്ക്. എല്ലാവരും പുറകുവരെ ഉണ്ടെന്നോ വേറെ മാറിപ്പോകരുത്. കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ പതുക്കെ മാറിപ്പോകരുത്. എല്ലാവരും ഒന്ന് കാണിച്ച്, കണ്ടവരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക്. ഗുഡ്. ദൈവമക്കളെ, ഇതെന്താ ഇതിന്റെ കാരണം? ഇത്ര ആ കളറോടെ നിങ്ങളൊന്ന് കണ്ടോണം. ഇതിന്റെ കാരണം നിങ്ങൾ കണ്ടോണം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, കർത്താവിന്റെ വരവിൽ സഭ എടുക്കപ്പെട്ട ശേഷം 4 വർഷം കഴിയുമ്പോൾ 20 കോടി പാമ്പ് പറക്കാൻ തുടങ്ങി. തുടങ്ങുന്നത് നമ്മുടെ അമ്മച്ചിയെ ചതിച്ച അതേ സ്ഥലത്ത് നിന്നും, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിന്നും 20 കോടി പാമ്പ് പറക്കും. ആ പാമ്പ് ഇവിടെയും വരും, കോട്ടയത്തും വരും, അമേരിക്കയിലും വരും. ആ പാമ്പ് നിമിത്തം അന്ന് ജീവിക്കുന്ന ജനങ്ങൾ ഒന്നിനെ പാമ്പ് കൊത്തത്തില്ല. പക്ഷെ അന്ന് 3-1 ആളുകൾ ചത്തു വീഴും. കാരണം ഇത് വാവിളിച്ചാൽ സ്പ്രേ ചെയ്യുന്നത് തീയെ, പുക, ഗന്ധകം, ഇത് 3ഉം ഇങ്ങനെ സ്പ്രേ ചെയ്ത് അന്ന് 20 കോടി പാമ്പ് പറന്നു വരും. അന്നത്തെ ജനസമൂഹത്തിൽ 3-1 ചത്തു വീഴുമെന്ന് 2000 വർഷം മുമ്പ് പറഞ്ഞ പ്രവചനം അതിന്റെ ആരംഭമായി
നിവർത്തിക്കുന്നതിന്റെ ഒന്നാം ഭാഗം കണ്ട തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നമ്മുടെ ഗായക സംഘത്തെ കൂടെ ഒന്ന് കാണിക്കണം പ്ലീസ്. അവരെ ഒന്ന് കാണിച്ചിട്ട് നിർത്താം. എന്താ സംഭവം? അമ്മ എടുത്ത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യം ഉറക്കെ വായിച്ച്. വെളിപ്പാട് 6-ാമത്തെ ദൂതനൂതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട് യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് പഴയ നോട്ടം അവിടുന്ന് കേട്ടോണം. ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ, അന്നത്തെ ലോകത്തിലെ ജനസമൂഹത്തിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. അടുത്തത് കേട്ടോ. കുതിരപ്പടയുടെ സംഖ്യ റിസൾട്ട് കുതിരപ്പട എണ്ണം കേട്ടോ. 10,000 മടങ്ങ് 20,000 ഗുണം 10,000 സമം 20 കോടി. അടുത്ത വാക്യം. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടു. അത് നിങ്ങൾ ഇപ്പൊ കണ്ട കളർ വരാൻ പോവുക കേട്ടോ. അടുത്ത വാക്യം. അവർക്ക് തീനിറവും രക്തനിറവും ഗന്ധകവർണ്ണവുമായ കവചമുണ്ടായിരുന്നു. അടുത്ത വാക്യം. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. അടുത്ത വാക്യം. വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു. അടുത്ത വാക്യം. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 ജനസംഖ്യയിൽ 1/3 ചത്തു വീഴും. അടുത്ത വാക്യം. കുതിരയുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. അടുത്ത വാക്യം. വാലോ സർപ്പത്തെ പോലെ തലയുള്ള വാലുള്ള പാമ്പ് പറക്കുമെന്ന് ബൈബിളിൽ എഴുതിയെങ്കിൽ ഇന്ന് ലോകത്തിൽ പറക്കുന്നെങ്കിൽ നിങ്ങളത് കണ്ടെങ്കിൽ അതിന് 4 വർഷം മുമ്പേ എന്റെ പ്രിയൻ തന്റെ പ്രിയപ്പെട്ടതിനെ ഈ തലമുറ ഒടുവിലത്തെ തലമുറ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സമയം തന്നോട് ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞ് ആശയങ്ങളെ വിളി സമർപ്പിക്കാനാണ്. 2024 എന്തോ സംഭവിക്കും? അയ്യോ വിട്ടുപോയത് സൂര്യൻ. അടുത്തത് കേട്ടു. ശാസ്ത്രം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കര ഉയർത്തിരിക്കും. അറിയില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ 4-ാം തലമുറയാണ്. അതിന്റെ പേര് മൈക്രോ പ്രോസസർ. ശാസ്ത്രം വാക്ക് തന്ന് ബുക്കിംഗ് തുടങ്ങി 2024 സെയിം വർഷം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് വെട്ടി വേണ്ടാത്തവരാ നിങ്ങളത്. 2024 കമ്പ്യൂട്ടറിന്റെ 5-ാമത്തെ തലമുറയെ തരാം. 5-ാമത്തെ തലമുറ കമ്പ്യൂട്ടറിന്റെ പേരാണ് ബ്ലൂ ബ്രെയിൻ. ഓമന പേര്. വേറൊരു പേരുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്നത്തെ കമ്പ്യൂട്ടറിന് ജീവനില്ല. ആരെങ്കിലും ഫീഡ് ചെയ്ത് ഓൺ ചെയ്താൽ തിരിച്ചു കിട്ടും. എന്നാൽ 2024 കമ്പ്യൂട്ടർ ജീവനുള്ള കമ്പ്യൂട്ടർ ആയിരിക്കും. അതിനെ സ്വയം തീരുമാനിക്കാൻ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, തീരുമാനം എടുക്കുവാൻ, സംസാരിക്കാൻ പവർ കിട്ടും. അന്ന് ഓഫീസിൽ നിന്ന് അന്ന് വീട്ടിൽ ചേർന്ന ആൾ ദൈവമക്കളില്ലല്ലോ. ചെല്ലുമ്പോൾ ചോദിക്കും, അച്ചായന ഇന്ന് ലേറ്റ് ആയത്, അമ്മാമ എന്നെ മുടി ചെയ്യാഞ്ഞത്. ആരാ? കമ്പ്യൂട്ടർ ചോദിക്കും. അതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ ബ്ലൂ ബ്രെയിൻ. 2024 എങ്കിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, സഭ എടുക്കപ്പെട്ട ശേഷം 3.5 വർഷം കഴിയുമ്പോൾ ഇത് സംഭവിക്കും. വായിക്കാം. വെളിപ്പാട് 13:14. വെളിപ്പാട് 13:14. വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളം കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മുമ്പേ പറഞ്ഞു ഒത്തു കേട്ടോണം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ സംസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കിട്ടും. അതിനെ ബലം ലഭിച്ചു. അന്നത്തെ കമ്പ്യൂട്ടർ സംസാരിക്കും. പണ്ടൊക്കെ പറഞ്ഞാൽ ഓടിച്ചിട്ട് കളിയാക്കും. ഇന്ന് 2024 തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അന്ന് മൊബൈൽ, TV, കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ എതിർ ക്രിസ്തുവിന്റെ രൂപം മുൻപോട്ട് വരും. അത് നേരിട്ട് സംസാരിക്കും. അപ്പോൾ അവനൊരു ലോ ഇടും. എന്റെ രൂപം ഏത് മൊബൈലിൽ, ഏത് TV-യിൽ, ഏത് സ്ക്രീനിൽ തെളിയുന്നോ അന്നേരം വീണ് നമസ്കരിക്കണം.
ഏതാ? പണ്ട് ദൂരാ സമഭൂമിയിൽ നെബൂഖദ്നേസർ പറഞ്ഞ അവന്റെ ആഗ്രഹമാ എല്ലാവരും നമസ്കരിക്കണം. നമ്മുടെ കർത്താവിനോട് പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാ വീണ് നമസ്കരിക്കണം. ആ നിയമം അവൻ കൊണ്ടുവരും. എന്റെ രൂപം കാണുമ്പോൾ കമ്പ്യൂട്ടറിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രൂപം നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ അന്നേരം വീണ് നമസ്കരിക്കണം, ഇല്ലാത്തവരെ ഉടൻ കൊല്ലിക്കും എന്ന് പറഞ്ഞതാ. ഇതാ അതും നിവർത്തിച്ചു. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിക്ക് ഒരു രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്, യൂറോപ്യൻ യൂണിയന്. ആ രഹസ്യാന്വേഷണത്തിന്റെ പേരാണ് യൂറോപോൾ. ലോകത്തിൽ നടക്കുന്ന സകല ക്രിമിനൽ സംഭവങ്ങളും നിരീക്ഷിക്കുന്നവരാണ് അവർ. അവരുടെ പേരാണ് യൂറോപോൾ. 2014 ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവർ തന്ന മുന്നറിയിപ്പ് നിങ്ങൾ കേട്ടുകൊള്ളുക. 2017 മുതൽ ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. അതിന് പറയുന്ന പേരാണ് ഇന്റർനെറ്റ് മർഡർ. ഒരു വാടക ഉണ്ടായും വേണ്ട. ഇന്റർനെറ്റ് വഴി ഹാക്കേഴ്സിനെ അയക്കാം. ഇന്റർനെറ്റ് ഓൺ ചെയ്യുമ്പോൾ കയ്യിലിരിക്കുന്ന ഉപകരണം ഡിവൈസ് പൊട്ടിത്തെറിക്കും, ആള് ചാകും. അത് 2017 എന്ന് പറയുന്ന അടുത്ത മാസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, അന്ന് അവന്റെ പ്രതിമ സംസാരിക്കുമ്പോൾ നമസ്കരിക്കാത്തവരെ ഉടൻ കൊല്ലിക്കും, ഉടൻ പൊട്ടിത്തെറിക്കും. എന്നാൽ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് അവന്റെ നാമത്തിൽ വിശ്വാസ സ്നാനമേറ്റ് വിശുദ്ധിയിൽ ജീവിച്ച് അഭിഷേകമുള്ള ദൈവമക്കൾ അതിനു മുമ്പ് എടുക്കപ്പെട്ടിരിക്കും. അതിൽ നിന്നും പണം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ രക്ഷപ്പെടാനൊക്കത്തില്ല. എന്നാൽ ഇന്ന് രക്ഷ സൗജന്യം, കണ്ണുകളടയ്ക്കാം. ഈ വചനം എന്നോടായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കരമുയർത്തുക, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഉടൻ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ശരീരത്തിൽ അനുഭവപ്പെടാം. പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കരമുയർത്താം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തോമസ് പാൻ ഒരു കഴിവുമില്ല, പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇപ്പോൾ ആത്മാവ് തരും. സ്വർഗീയ പിതാവേ, അടിയനെ അങ്ങ് അയച്ചതിന് തെളിവായി ഉയർത്തിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്തിന്റെ അദൃശ്യമായ സ്പർശനം ഉണ്ടാകണം. ഒരു ചലനം ഇവർ കൊടുക്കണം, ഒരു മാറ്റം കൊടുക്കണം. ജീവിതത്തെ തിരുത്തിക്കുറിച്ച് അനുഗ്രഹത്തെ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പുല്ലങ്കണ്ടം സഭയിലെ കർത്താവിന്റെ പറ്റൻ പാസ്റ്റർ സാജൻ തോമസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ജനപ്രമായി 3 ദിവസം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ദേശത്ത് പറയത്തക്കവണ്ണം കർത്താവ് ഒരു അവസരം കൊടുത്തതിനായി സ്തോത്രം. നിന്റെ സഭ ഈ ഭൂമിയിൽ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ കർത്താവെ ഈ ദേശത്തോട് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം സത്യസന്ധമായി കർത്താവെ ഒട്ടും കലർപ്പിയാതെ മായം ചേർക്കാതെ കർത്താവ് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാസന്മാരിലൂടെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി ഞാൻ കർത്താവ് നന്ദി പറയുന്നു. കർത്താവെ ഈ ദിവസങ്ങളിൽ തന്റെ രക്ഷയ്ക്കുള്ളത് തന്റെ സൃഷ്ടാവെങ്കിലേക്ക് തിരിയുവാൻ മനസ്സ് കാണിച്ചവർക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു കാലം വരാൻ പോകുകയാൽ കർത്താവെ ദൈവത്തിന്റെ വചനം നിവർത്തിക്കുന്നതിനായി സ്തോത്രം. ആകാശം എന്റെ ഭൂതലമൊക്കെ മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ വചനം മാറ്റമില്ലാതെ നിലനിർത്തുന്നതിനായി സ്തോത്രം. കർത്താവെ ഈ രാത്രികാലങ്ങളില് ഈ ദിവസങ്ങളിൽ ജീവിതത്തെ സമർപ്പിച്ച എല്ലാവർക്കുമായി സ്തോത്രം. കർത്താവരെ അനുഗ്രഹിക്കണമേ. ദൈവദാസന്മാർക്കായി സ്തോത്രം, ഇതിന് മുഖാന്തരങ്ങൾക്കായി സ്തോത്രം, ഈ സഭയ്ക്കായി സ്തോത്രം, ഈ ദേശത്തിനായി സ്തോത്രം. നിന്റെ പരമനായിട്ട് ഒരുക്കുമ്പോൾ കർത്താവ് ഈ ആയിരങ്ങളെ രക്ഷിക്കപ്പെടുവാൻ, അനേക കർത്താവിനാൽ എടുക്കപ്പെടുവാൻ, ഈ ദേശപതിയുടെ കൂട്ടം കർത്താവെ പറന്നു പോകുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഖാന്തരങ്ങൾക്കുമായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രാജങ്ങളോടൊത്ത് തുടങ്ങിയല്ലോ ഒരു വീട, രാജങ്ങളോടൊത്ത് തുടങ്ങിയല്ലോ ഒരു വീട. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ, ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൽ ശക്തി
ഇളകുന്നതാ കണ്ടു പതിക്കുമെന്നോ പേടിച്ചു നിർത്തിവരായിടുന്നു ഒരു ഗീടാ പേടിച്ചു നിർത്തിവരായിടുന്നു ഒരു ഗീടാ തികച്ചുന്ന ഒരു ഗീത വരുവാൻ താമസമേറെയില്ല തികച്ചുന്ന ഒരു ഗീത വരുവാൻ താമസമേറെയില്ല അതിനായിരം പേരുകളിൽ സുന്ദരതാ അതിനായിരം പേരുകളിൽ സുന്ദരതാ തന്റെ ഒരു ഗീത തന്റെ ഒരു ഗീത മാലിന്യത്തെ തിരത്തോടിയുക പോയി മാലിന്യത്തെ തിരത്തോടിയുക പോയി മണിയാറായി പോയി ഒരു ഗീത മണിയാറായി പോയി ചുട ഒരു ഗീത ആശീർവാദം പറയട്ടെ. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംബന്ധ സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കേൾപ്പിച്ച ദൈവികാലോചനയോടുകൂടെ നമ്മുടെ ഭക്തന്മാരോടുകൂടെ യേശു കർത്താവിന്റെ വരവുവരെ ഇന്നും വന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രി ചെയ്യുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം.
യേശു കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളെ ചേർപ്പാൻ വേഗം വരുന്നു. യേശുവേ വരണമേ. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी। यीशु तेरी महिमा करता हूँ मैं सर्वदा। यीशु तेरी महिमा करता हूँ मैं सर्वदा। महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी। यीशु तेरी महिमा करता हूँ मैं सर्वदा। यीशु तेरी महिमा करता हूँ मैं सर्वदा। महिमा महिमा हो तेरी, महिमा महिमा हो तेरी। तेरे लिए जीऊंगा, तेरे लिए मरूंगा, तेरे लिए यीशु नज़र चलूंगा। तेरे लिए जीऊंगा, तेरे लिए मरूंगा, तेरे लिए यीशु नज़र चलूंगा। पर मैं तेरे वचन को रास्ता ही रहूंगा। पर मैं तेरे वचन को रास्ता महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी। यीशु तेरी महिमा करता हूँ मैं सर्वदा। यीशु तेरी महिमा करता हूँ मैं सर्वदा। महिमा महिमा हो तेरी, महिमा महिमा हो तेरी। महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी। यीशु तेरी महिमा करता हूँ मैं सर्वदा। यीशु तेरी महिमा करता हूँ मैं सर्वदा। महिमा महिमा हो तेरी।
महिमा महिमा हो तेरी, महिमा महिमा हो तेरी, महिमा महिमा हो तेरी यीशु।